ഈ 2024 ഈ വർഷത്തിലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ അനുഗ്രഹീതമായി കൊണ്ടാടുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും കടാക്ഷവും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദൈവം കൂടുതലായിട്ട് നമ്മെ കൃപ ചൊരിയട്ടെ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാടുവരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്നെ മുൻപിൽ വച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. ബാറയ്ക്കുമോർ. ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുബാലൻ, അവനെ തിരുവനന്തപുരത്തെ നല്ല ഒന്നാന്തരം ഒരു സ്കൂളിൽ ചേർത്തു. സ്വാഭാവികമായിട്ടും പുതിയ ഒരു സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ ആദ്യ ദിവസം സ്കൂളിൽ പോയിട്ട് തിരികെ വരുന്ന കുട്ടിയോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞു, അപ്പാ സ്കൂളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഭാഷയാണല്ലോ സ്കൂളൊക്കെ, പിന്നെ പറയും പൊളിയാണ്, അടിപൊളിയാണ്, പല ഭാഷ പറഞ്ഞു. മോനെ ഇതിന് ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു ടീച്ചേഴ്സൊക്കെ സൂപ്പറാണ്, കൊള്ളാം. മോനെ ഇതിൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സൊക്കെ ഗ്രാൻഡാണ്, എല്ലാം കൊള്ളാം. കൂട്ടത്തിൽ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അപ്പാ ഞങ്ങൾക്കൊരു മാത്തമാറ്റിക്സ് സാറുണ്ട്, നല്ല അടിപൊളി സാറാണ്. ഈ മാത്സ് സാറുമാരെ അത്ര ഇഷ്ടമാണോ? നമുക്ക് അത്ര ഇഷ്ടമുള്ള വിഷയം എത്ര പേർക്ക് ഇഷ്ടമായി മാത്തമാറ്റിക്സ്? നമുക്ക് അത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ല ഏത്? എൻ്റെ വിഷയവും മാത്തമാറ്റിക്സ് ആണ്, ഞാനും പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഈ വികൃത മുഖങ്ങൾ കണ്ടുകൊണ്ട് പഠിപ്പിക്കേണ്ട ഗതികേടുള്ളവരാണ് ആര്? ഞങ്ങൾ ഈ മാത്തമാറ്റിക്സ് അധ്യാപകർ, പ്രത്യേകിച്ച് സീനിയർ സെക്കൻഡറി ലെവലിൽ. കാരണം കാര്യമായിട്ട് പഠിപ്പിക്കാനും ഉണ്ട്, അവരുടെ മുഖം കാണുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം. അപ്പം ഞങ്ങളുടെ മാത്തമാറ്റിക്സ് ആണ് അടിപൊളിയാണ്. അപ്പോൾ അപ്പയും അമ്മയും വിചാരിച്ചു, കൊള്ളാം, ഇപ്രാവശ്യത്തെ കൊല്ലപ്പരീക്ഷയ്ക്ക് അവനിൽ മാത്തമാറ്റിക്സിന് എത്ര മാർക്ക് കിട്ടും? 100-ൽ 100 മാർക്ക് കിട്ടും. അപ്പയും അമ്മയും വിചാരിച്ചു. കാരണം എന്താ? വിഷയം എടുക്കുന്ന അധ്യാപകന് ഇഷ്ടമാണെങ്കിൽ പിന്നെന്താ, മാർക്ക് കിട്ടും ഉറപ്പായും. കൊല്ലപ്പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഈ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ പോകുന്ന ഇടപാടുണ്ട്, ഇല്ലേ? പോകത്തില്ലേ? അപ്പനും അമ്മയും കൂടി പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ പോയി. ചെന്നു, തുറന്നു നോക്കി, എല്ലാ വിഷയങ്ങളിലെയും നോക്കി. മാത്തമാറ്റിക്സിന് നോക്കിയപ്പോൾ ചെറുക്കന് 100-ൽ 1.5 മാർക്ക്. ജയിച്ചോ തോറ്റോ? പറ. ഈ ബേഗൂർ 1.5 മാർക്ക് മേടിച്ച ജയിക്കുവോ തോക്കുവോ? തോറ്റു. അവൻ എന്താ പറഞ്ഞേ? അപ്പാ സ്കൂള് കൊള്ളാം, പിന്നെന്താ, സാറ് കൊള്ളാം, ഫ്രണ്ട്സ് കൊള്ളാം, മാത്തമാറ്റിക്സ് സാറ് കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ സ്വന്തം ഫലം വന്നപ്പോൾ അടപടലം തോൽവി. അച്ഛാ ലൈറ്റ് കൊള്ളാം, പാട്ട് കൊള്ളാം, പ്രസംഗം കൊള്ളാം, റാസ കൊള്ളാം, കുർബാന കൊള്ളാം, ഇപ്രാവശ്യത്തെ പെരുന്നാൾ അടിപൊളിയും ഗംഭീരമായിരുന്നു. പക്ഷെ സ്വന്തം ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും അടപടലം തോൽവിയുടെ ആഴങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാക്കന്മാർ സഭ നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് ഈ വചനപ്രഘോഷണം, ധ്യാനങ്ങൾ, ഉപവാസം, ഒരു റീസൈക്ലിംഗ് പ്രോസസ്. എല്ലാ വർഷവും നാം ഇങ്ങനെ വചനവും ഗാനശുശ്രൂഷകളും പെരുന്നാളുകളും ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഉള്ളിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുവാൻ, പാകപ്പെടുത്തിയെടുക്കുവാൻ. ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിത യാത്രയിലാണ്. ഉള്ളിനെ പാകപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം, പരുവപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം യഹോവയാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അനുഭവിച്ച ഒരു വിഭാഗം ജനതയാണ് ആവർത്തന പുസ്തകം 1:19 മുതൽ നാം ഇന്ന് വായിച്ചു കേട്ടത്. ഇസ്രായേൽ ജനം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കുള്ള യാത്രയില. മിസ്രൈമെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനം തേടിയുള്ള യാത്ര. ഈ യാത്രയിൽ അവർ വിവിധങ്ങളാകുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരുകയാണ്. നോക്കിക്കേ, വായിച്ചു കേട്ട വേദഭാഗം
എന്താണ് എന്നുള്ളത് ക്യാപ്സ്യൂൾ ഫോമിൽ നിങ്ങളുമായിട്ട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതിനുശേഷം അതിൻ്റെ പ്രധാന ചിന്തയിലേക്ക് പ്രവേശിക്കുകയും. ആവർത്തന പുസ്തകം തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം പുറപ്പാട് ചരിത്രത്തിന്റെ മഹാത്മ്യത്തെ കുറിക്കുന്നത്. ഇന്ന് ഞാൻ കനാൻ ദേശത്തെ പറ്റിയോ ഇസ്രായേൽ മക്കളെ പറ്റിയോ അവരെത്തിച്ചേർന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നുമല്ല ചിന്തിക്കുന്നത്. എന്നാൽ ഒരു സ്ഥലത്തെ പറ്റി വായിച്ചു കേട്ട വേദഭാഗത്ത് നാം കേൾക്കുകയുണ്ടായി. ഏത് സ്ഥലമാണ്? വേദപുസ്തകം വായിച്ചപ്പോൾ ഒരു സ്ഥലത്തെ പറ്റി കേൾക്കുകയുണ്ടായി. ഞാൻ ആ സ്ഥലം വന്നപ്പോൾ ഞാൻ മൈക്കിൽ കൂടി ഒന്ന് പറയുകയും ചെയ്തു. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉറച്ചു പറ. ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ ഉറച്ചു പറ. കാദേശ് ബർണേയ. കേട്ടിട്ടുണ്ടോ ഈ കാദേശ് ബർണേയ എന്ന് പറയുന്ന സ്ഥലം? കേട്ടിട്ടുണ്ടോ? കാദേശ് എവിടെയെങ്കിലും ഈ ആവർത്തന പുസ്തകത്തിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സങ്കീർത്തനങ്ങളിൽ കാദേശ് സമഭൂമിയെ പറ്റി പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ഏതാണ്ട് 18 തവണയിൽ കൂടി കാദേശ് എന്ന് പറയുന്ന ഇടത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം യാത്ര ചെയ്യുകയാണ്. പാലും തേനും ഒഴുകുന്ന പ്രദേശമാണ് കനാൻ ദേശം. മിസ്രൈമെ അടിമത്തത്തിൽ നിന്നും യഹോവയാം ദൈവം അരുളി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലുള്ള യാത്രയാണ്. ആടുമാടുകൾ കൂടെയുണ്ട്, സർവ്വസന്നാഹങ്ങളുമുണ്ട്. മോശയും അഹറോനും പോലെയുള്ളവര് നേതൃത്വ നിരയിലേക്ക് വന്നു. അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവരെത്തിച്ചേർന്ന അനുഗ്രഹീതമായ ഒരിടമാണ് കാദേശ് ബർണേയ. ഈ കാദേശിനെ പറ്റി പറയുന്നതിന് മുൻപ് ഈ മനുഷ്യരെത്തിച്ചേർന്ന 2-3 സ്ഥലങ്ങളെ പറ്റി നമുക്കൊന്ന് പഠിക്കാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മാറ. എന്താ ഈ മാറയുടെ പ്രത്യേകത? ഹാവ് യു ഹെഡ് ഓഫ് മാറ? ശരിയാണ്, ഇവിടെ പറഞ്ഞു. കയ്പ് വെള്ളത്തെ മധുരമുള്ളതാക്കി തീർക്കുവാൻ ഇടയായ സ്ഥലമാണ് എന്ത്? മാറ. മറന്നു പോകരുത്. മാറായിൻ കയ്പിനെ മധുരമാക്കിയ എന്ന് തുടങ്ങുന്നൊരു ഗാനം ഉണ്ടല്ലോ, ഉണ്ട്. 2, ഏലീം. എന്താ ഏലീമിന്റെ പ്രത്യേകത? ഭക്ഷണത്തിനായി ദൈവം ജനം പെറുപിറുത്തപ്പോൾ ദൈവം എന്താ കൊടുത്തത്? പൊറോട്ട ഇറച്ചിയാണോ? അല്ല, പിന്നെന്താ കൊടുത്തത്? കാടയും മന്നയും. പിന്നെന്താ? മന്നയും കാടപ്പക്ഷിയും നൽകി. 3-ാമതായിട്ട് നാം കാണുന്നുണ്ട് രഫീദീം. എന്താ ഈ രഫീദീമിന്റെ പ്രത്യേകത? വെള്ളത്തിന്റെ പ്രശ്നമുണ്ടായപ്പോൾ അമോലരെയൊക്കെ പരാജയപ്പെടുത്തി പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. 4, സീനായി പർവ്വതം. എന്താ സീനായി പർവ്വതത്തിന്റെ പ്രത്യേകത? ദൈവം മോശയ്ക്ക് എത്ര കൽപ്പന കൊടുത്തു? 10. നോക്കിക്കേ, അപ്പൊ മാറയുടെ പ്രത്യേകത അറിയാം, ഏലീമിന്റെ പ്രത്യേകത അറിയാം, രഫീദീം അറിയാം, സീനായി പർവ്വതം അറിയാം, ആൻഡ് എക്സെട്ര, ആൻഡ് സോ മെനി പ്ലേസസ്. ഞാൻ 4 നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് മാത്രം. എന്താണ് ഈ 4 കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള പ്രത്യേകതയുണ്ട്. എന്താ? മറ്റൊന്നുമല്ല, ദൈവം അനുഗ്രഹങ്ങളെ കനിഞ്ഞു നൽകിയ ഇടമാണ് ഏത്? ഈ 4 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വിശപ്പിന് ആഹാരം, ദാഹത്തിന് വെള്ളം, ആത്മീകമാകുന്ന ഭക്ഷണം, ഇതെല്ലാം കനിഞ്ഞു നൽകിയ ഇടമാണ് ഏത്? ഈ 4 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് എത്തിച്ചേർന്ന ഒരിടമുണ്ട്, അതാണ് കാദേശ് ബർണേയ. എന്താ ഈ കാദേശ് എന്ന് പറഞ്ഞാൽ അർത്ഥം? കാദീഷ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഈ കാദീഷ്? കാദീഷാത്ത് ആലോഹോ കേട്ടിട്ടുണ്ടോ? കാദീഷാത്ത് ആലോഹോ കേട്ടിട്ടുണ്ടോ? എന്താ? ദൈവമേ, പറ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ആലോഹോ എന്ന് പറഞ്ഞാൽ ദൈവം. കാദീഷ് വിശുദ്ധമായത് എന്ന് മാത്രമേ അർത്ഥം. കാദേശ് വിശുദ്ധമായ ഒരിടം. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഒരിടത്തെ ജനം തിരസ്കരിച്ചത് മൂലം അശുദ്ധിയുടെ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായി. സീൻ മരുഭൂമിയും അരാബ താഴ്വരയും ഒക്കെ കടന്ന് ഏദോമിനും ഹോറിനും ഇടയിലൂടെ കടന്ന് അവർ എത്തിച്ചേർന്ന മനോഹരമായ ഒരു പ്രദേശമായിരുന്നു ഈ കാദേശ് ബർണേയ. പുറപ്പാട് ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ ജനം മുഴുവനും വേദനയോടെ കാണുന്ന സുന്ദരമായ ഒരു പ്രദേശം കൂടിയായി കാദേശ് ബർണേയ. കാദേശിലെത്തിയപ്പോഴാണ് ഈ ജനത്തിന്റെ മനസ്സിൽ ഒരു ഇളക്കമുണ്ടായി. എന്തായിരുന്നു എന്നറിയാമോ?
മനസ്സ് ചഞ്ചലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഈ 4 അനുഗ്രഹങ്ങൾ നൽകിയ സ്ഥലങ്ങളിലൂടെ കടന്നു വന്നപ്പോ ദൈവം നൽകിയ ദിശകൾക്ക് അനുസരണമായി ഈ മനുഷ്യർ സഞ്ചരിച്ചു. ദൈവം നൽകിയ അരുളപ്പാടുകൾക്ക് അനുസരണമായി ഈ മനുഷ്യർ സഞ്ചരിച്ചു. പക്ഷെ കാദേശിലെത്തിയപ്പോൾ ഈ മനുഷ്യർ വിചാരിച്ചു, ദൈവം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നറിയുവാൻ തക്കവണ്ണം ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എന്താണെന്നറിയാമോ? ഈ കാദേശിലെത്തിയപ്പോൾ അവിടെ ഹൈക്കമാൻഡ് കൂടി. എന്താ ഈ ഹൈക്കമാൻഡ് ഞാൻ ഉദ്ദേശിച്ചതെന്നറിയാമോ? 12 ഗോത്രങ്ങളിൽ നിന്നും 12 പേരെ അങ്ങ് തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ദൈവം പറഞ്ഞ കനാൻ, നിങ്ങൾ ആവർത്തനം 1 മുതൽ വായിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പറഞ്ഞ കനാൻ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയുണ്ട് എന്ന് അറിയണം. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ 1-2 സംവത്സരമായിട്ട് യാത്ര ചെയ്യുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞ ഇടം എങ്ങനെയുണ്ട് എന്ന് അറിയുവാൻ തക്കവണ്ണം 12 ഗോത്രങ്ങളിൽ നിന്നും 12 പേരെ തെരഞ്ഞെടുത്തു. അങ്ങനെ 12 പേരെയും കാദേശിലേക്ക്, കനാൻ ദേശത്തിലേക്ക് അയക്കുകയാണ്. എവിടെ നിന്ന്? കാദേശിൽ നിന്ന്. 12 പേരും അവിടെ പോയി, 12 പേരും തിരിച്ചു വന്നു. 10 പേരും പറഞ്ഞു, ഒരു കാരണവശാലും കനാനിലേക്ക് പോകരുത്. ദൈവം അങ്ങനെയൊക്കെ പറയും. അവിടെ മല്ലന്മാരുണ്ട്, മനുഷ്യരെ പിടിച്ച് തിന്നുന്നവരുണ്ട്. ഒരു കാരണവശാലും കനാനിലേക്ക് പോകാൻ പാടില്ല. പക്ഷെ 2 പേര് മാത്രം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ നമുക്ക് എവിടെ എത്തിച്ചേരാം? കനാനിൽ എത്തിച്ചേരാം. പ്രിയമുള്ള ആ 2 പേരുടെ പേരാണ് യോശുവായും കാലേബും. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാദേശ് ഇന്നിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ചില സൂചനകളെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കാദേശ് ഇറങ്ങി വരികയാണ്. ആധുനിക മനുഷ്യന്റെ ജീവിതം എങ്ങനെയാകുന്നു, അതോട് ചേർന്ന് കാദേശ് ബർണയെ ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കാദേശ് മറുതലിപ്പിന്റെയും പ്രലോഭനങ്ങളുടെയും ഇടമായിരുന്നു. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, എന്നാൽ കയറിപ്പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ മറുത്തു. ഒന്ന്, അത് പ്രലോഭനങ്ങളുടെയും മറുതലിപ്പിന്റെയും ഇടമായിരുന്നു കാദേശ് ബർണെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ടെൻഡൻസി ആരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു? ഈ ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. പ്രലോഭനങ്ങളാണ് പ്രിയമുള്ളവരെ ഈ മനുഷ്യരെ അങ്ങനെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. കാരണം ഈ മനുഷ്യരുടെ ആഗ്രഹം, they want to be in a comfort zone. ഇങ്ങനെ കഷ്ടതകൾ സഹിക്കുവാൻ ആഗ്രഹമില്ല. they wish to be in a comfort zone. നമുക്കറിയാം, യോനാ പ്രവാചകൻ കംഫർട്ട് സോണിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചവനാ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നാം കാണുന്നു, അവന് ചില രാജസന്നിധിയിലിരുന്ന് രാജാവിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പ്രവചിക്കുകയും സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ യോന. നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോ അവൻ ഒരു കംഫർട്ട് സോണിൽ ആയിരുന്നത് കൊണ്ടായിരിക്കാം നിനവയിലേക്ക് പോകാതെ വീണ്ടും ഒരു കംഫർട്ട് സോണിലേക്ക്, തർശീഷിലേക്ക് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. എപ്പോഴാണോ ദൈവസന്നിധിയിൽ നിന്നും റൂട്ട് മാറി സഞ്ചരിക്കുവാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ ഇരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന യോനയുടെ പ്രത്യേകത, അവൻ ആഴങ്ങളിലേക്ക് വീണ്ടുപോകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി ഞാനും നിങ്ങളും ഒരു സുഖസുഷിപ്തമാകുന്ന അന്തരീക്ഷത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പടുകുഴിയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരാറുണ്ട്. വചനവുമായിട്ട് ഏറ്റുമുട്ടുന്ന അനുഭവത്തിൽ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാതെയുള്ള യാത്ര പലപ്പോഴും ആഴങ്ങളുടെ പടുകുഴിയിലേക്ക് നമ്മെ എത്തിക്കും. ഈ മനുഷ്യരെ, ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി, അവരുടെ GPS സിസ്റ്റം ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോ അവർ ആഴങ്ങളിലേക്ക് വീഴുകയാണ്. ദൈവത്തിന് പകരമായി മുൻപിൽ ഒരു കാളക്കുട്ടിയെ അവർ കൊണ്ടുവരികയാണ്. അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരണമായി തുള്ളുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ നോക്കിക്കേ, അതുവരെ ദൈവത്തിന്റെ ഇഷ്ടം അവിടെ നടന്നു. ഇപ്പോൾ മുതൽ അവരുടെ ഇഷ്ടത്തിനനുസൃതമായി അവർ ദൈവത്തെ പോലും അവരുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുന്ന രീതി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് ആക്കിയിരിക്കുന്നത്, നോക്കിക്കേ, ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുവാനും
ദൈവത്തെ ആരാധിക്കുവാനും വേണ്ടിയാണ്. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യേണ്ട, ദൈവത്തെ ആരാധിക്കേണ്ട ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും വേർപെട്ടു പോകുകയാണ്. ഞാൻ നിങ്ങളും ഈ ഏഞ്ചലോളജി എന്ന് കേട്ടിട്ടുണ്ടോ? ഏഞ്ചലോളജി എന്ന് പറഞ്ഞാൽ മാലാഖാ ശാസ്ത്രം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദൈവം തമ്പുരാൻ ഈ ലോകത്തെ മനുഷ്യനെ ആദത്തെ മണ്ണ് കൊഴിച്ചുണ്ടാക്കി സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു. 2, സയൻസിൽ ദ ബിഗ് ബാങ് തിയറി, ദ എവല്യൂഷൻ തിയറി. എന്താണ്? വലിയൊരു സ്ഫോടനത്തോടു കൂടി ഈ ലോകമുണ്ടാകുകയാണ്. അതുപോലെ തന്നെ ഒരു ഏഞ്ചലോളജി എന്ന് പറഞ്ഞൊരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഒരു മാലാഖയ്ക്ക് പകരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഈ ഏഞ്ചലോളജി എന്ന് പറയുന്ന മാലാഖാ ശാസ്ത്രം പ്രതിപാദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ മാലാഖ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന മാലാഖയാണ്. അതുപോലെ നഷ്ടപ്പെട്ടു പോയ മാലാഖയ്ക്ക് പകരം സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം എപ്പോഴും സന്നദ്ധനാകണം എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. വേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ നിയോഗങ്ങൾ പൂർത്തീകരിക്കാതെ ദൈവത്തിൽ നിന്നും ഓടിപ്പോയ ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. സൃഷ്ടികളുടെ മകുടമാകുന്ന മനുഷ്യൻ മാത്രമാ ദൈവത്തിൽ നിന്നും ഓടിപ്പോയത്. നോക്കിക്കേ, യോനാ പ്രവചനം തന്നെ പരിശോധിക്കുമ്പോൾ അവിടെ കാറ്റിനോട് വീശുവാൻ പറയുന്നു, സമുദ്രത്തോട് ആടിയുലയുവാൻ പറയുന്നു, ആവണക്കിനോട് ഒരു ദിവസം കൊണ്ട് ഉയർന്നു വരുവാൻ പറയുന്നു, പുഴുവിനോട് ആവണക്കിനെ നശിപ്പിക്കുവാൻ പറയുന്നു. ഏതൊക്കെ സൃഷ്ടിയോട് ദൈവം തൻ്റെ ആഗ്രഹങ്ങൾ, ദൈവം തൻ്റെ കാര്യങ്ങൾ പറഞ്ഞുവോ അത് അനുസരിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ സൃഷ്ടി മാത്രമേ ദൈവത്തെ വ്യതിചലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയും, അന്ന് പോലെ തന്നെ ഇന്നും ദൈവത്തെ വ്യതിചലിച്ച് യാത്ര ചെയ്യുന്ന ഒരു പ്രതീകമാണ് മനുഷ്യൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പ്രലോഭനങ്ങളുടെ, അവിശ്വസ്തതകളുടെ തലങ്ങളിലേക്ക്, മറുതലപ്പിന്റെ തലങ്ങളിലേക്ക് മനുഷ്യൻ പോകുകയാണ്. അതുകൊണ്ട് ഞാൻ പറയും, മറുതലപ്പിന്റെ ഒരു കാദേശ് ബർണയ അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തോട് ചേർത്ത് വെക്കുമ്പോൾ മറുതലപ്പിന്റെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യുകയാണ്. അത് ഇസ്രായേൽ മക്കളിലായിക്കൊള്ളട്ടെ, യോനയിലായിക്കൊള്ളട്ടെ, വേദപുസ്തകത്തിലെ വിവിധ കഥാപാത്രങ്ങൾ പഠിക്കുമ്പോഴായിക്കൊള്ളട്ടെ, മറുതലപ്പിന്റെ ഒരു ക്രമം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ഇവിടെയാണ് കാദേശ് ബർണയ ആധുനിക മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ചേർത്ത് വെക്കുവാൻ പലപ്പോഴും ദൈവത്തിന്റെ ഇച്ഛകൾക്ക് വിപരീതമായി നമ്മുടെ GPS സംവിധാനത്തിൽ ആഴങ്ങളുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുവാനായിട്ട് ഇടയാകാറുണ്ട്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 32-33 വാക്യങ്ങൾ. കാദേശ് അവിശ്വാസത്തിൻ്റെയും അവിശ്വസ്തതയുടെയും പ്രതീകമായിരുന്നു. നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയാലും പകൽ മേഘത്താലും നിങ്ങൾക്ക് മുൻപായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറയും, 2, കാദേശ് അവിശ്വാസത്തിൻ്റെയും അവിശ്വസ്തതയുടെയും കൂടി പ്രതീകമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ കനാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ മല്ലന്മാരുണ്ട്. ദൈവം പറയുന്നത് ശരിയല്ല, ജീവിതം ശരിയാവുകയില്ല എന്ന് ചിന്തിച്ച് ദൈവത്തെ അവിശ്വസിച്ച് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടത്തെയാണ് നാം കാദേശ് മുതൽ കാണുന്നത്. ഈ അവിശ്വാസം എന്ന് തുടങ്ങിയതാണെന്നറിയാമോ? എൻ്റെ അടുത്ത ഒരു ചോദ്യമാണ്, ഈ മനുഷ്യൻ ആദ്യം ചെയ്ത പാപം എന്താണെന്നറിയാമോ? ഈ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കും. പറ, നിങ്ങൾ മനുഷ്യൻ ആദ്യം ചെയ്ത പാപം എന്താ? അനുസരണക്കേട് കാണിച്ചു എന്നൊക്കെ നമ്മൾ എന്താ? പഴം ഭക്ഷിച്ചു, അനുസരണക്കേട. എന്നാൽ അനുസരണക്കേടിന് മുൻപായിട്ട് ഈ മനുഷ്യനൊരു പാപം ചെയ്യുന്നുണ്ട്. ദൈവം ആദത്തോടും ഹവ്വയോടും പറഞ്ഞു, മക്കളെ, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് പറയുകയാ, മക്കളെ, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജീവിക്കും. ഈ ആദമും ഹവ്വയും ആര് പറഞ്ഞതാ അനുസരിച്ചത്? ആര് പറഞ്ഞതാ വിശ്വസിച്ചത്? നോക്കിക്കേ. എന്ന് പറഞ്ഞാൽ ഈ പഴം പറിച്ച് ഭക്ഷിക്കുന്നതിന് മുൻപ് പിശാചിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ദൈവത്തെ അവിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, പഴം എടുക്കുവാൻ വേണ്ടി കൈകൾ ഉയരുന്നതിന് മുൻപ്, അനുസരണക്കേട് കാണിക്കുവാൻ കരങ്ങൾ ഉയരുന്നതിന് മുൻപ് ഇന്ദ്രിയങ്ങൾ കൊണ്ടൊരു പാപം ചെയ്തു. അതെന്താ?
അവിശ്വാസം. അതുകൊണ്ട് ഇനി പറയരുത് അനുസരണക്കേടിൽ ഉപരിയായി മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ആദ്യം ഒരു പാപം ചെയ്യുന്നുണ്ട്. ഏതാണ്? ദൈവത്തെ അവിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇന്ന് ആധുനിക മനുഷ്യന്റെ കാലഘട്ടത്തിൽ ദൈവത്തെ അവിശ്വസിച്ച് യാത്ര ചെയ്യുന്ന സമൂഹമുണ്ട് എങ്കിൽ, അന്ന് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ദൈവത്തെ അവിശ്വസിച്ച് കാദേശ് മുതൽ യാത്ര ചെയ്തുവെങ്കിൽ, അതിനേക്കാൾ മുമ്പിൽ ഏദൻ തോട്ടത്തിൽ ദൈവത്തെ അവിശ്വസിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഈ അവിശ്വാസം ഇന്നും അന്നും തുടങ്ങിയതല്ല, ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു വരുവാൻ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ അവിശ്വാസത്തിന് ഒരു പരിഹാരം ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് ഏതാണ്ട് വർഷങ്ങൾക്കിപ്പുറം കർത്താവായ യേശു തമ്പുരാനെ, തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആദാമിന്റെ ചെവിക്ക് പിടിക്കുന്നുണ്ട്. ചെവിക്ക് പിടിച്ചില്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ആദാമിനെ വഴക്ക്, എന്താ ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ദൈവം ഒരിക്കലും ആദത്തോട് ചോദിക്കേണ്ട കാര്യമില്ല നീ എവിടെയാണെന്ന്. ഇന്ന് ഈ ബേഗൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളും ഉണ്ട് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിനറിയാം ആദം ഏത് തേക്കിന്റെ മറവിലാണ് ഏദൻ തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവം ചോദിക്കുകയാണ്, ആദമേ നീ എവിടെ? ചെവിക്ക് പിടിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആദം തെറ്റ് ചെയ്തു പോയി എന്ന് ആദത്തിനൊരു ബോധ്യമുണ്ടാക്കുവാൻ സൃഷ്ടാവായ ദൈവം ശ്രമിക്കുകയാണ്. അതാണ് അതിന്റെ കാര്യം. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചാൽ, ആദം കയറി ഏതോ തേക്കിന്റെ മറവിൽ ഒളിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ബോധ്യമുണ്ടാക്കുകയാണ്. ആദാമേ നീ എന്ത് ചെയ്തു പോയി? തെറ്റ് ചെയ്തു പോയി. ആദത്തിന്റെ ചെവിക്ക് പിടിക്കുവാൻ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം എന്റെയും നിങ്ങളുടെയും ചെവിക്ക് പിടിക്കുവാൻ വേണ്ടി ആര് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു? കർത്താവായ യേശു തമ്പുരാനും. അതുകൊണ്ടാണ് അന്ന് അവിശ്വാസം നഷ്ടപ്പെട്ടുവെങ്കിൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം കർത്താവ് സഞ്ചരിച്ച സഞ്ചാര പദങ്ങളിലെല്ലാം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നിൽ വിശ്വസിപ്പിൻ. എന്തിനാ കർത്താവ് അത് പറഞ്ഞത്? നൂറ്റാണ്ടുകൾക്കപ്പുറം എന്തു നഷ്ടപ്പെട്ടു പോയിരുന്നു? വിശ്വാസം. ആ വിശ്വാസത്തെ തിരികെ പിടിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും പാപികളാകുന്നു എന്ന് ദൈവത്തിന് ബോധ്യമുണ്ടായപ്പോൾ ആ ബോധ്യത്തെ നമുക്ക് നൽകുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ഏകജാതനായ പുത്രനെ അയക്കുകയാണ്. പ്രിയമുള്ളവരെ, നോക്കിക്കേ, സൃഷ്ടികളായ നമുക്ക് ബോധ്യമുണ്ടാക്കുവാൻ സൃഷ്ടാവായ ദൈവം ശ്രമിക്കുകയാണ്. പലപ്പോഴും ഞാനും നിങ്ങളും വിചാരിക്കാറുണ്ട് നാം ആയിരിക്കുന്ന ഇടം ഭദ്രമാകുന്നുവെന്ന്. യോനയും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. കപ്പലിന്റെ ഏറ്റവും അടിത്തട്ട് ഭദ്രമാകുന്നു എന്ന് വിചാരിച്ചു. നോക്കിക്കേ, കപ്പൽ ആടി ഉലഞ്ഞു, തകർന്നു പോയി. ഞാനും നിങ്ങളും പലപ്പോഴും ഭദ്രമാകുന്നു എന്ന് തോന്നുന്ന ഇടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുവാൻ സാധ്യതയുണ്ട്. എപ്പോൾ? ദൈവത്തെ അവിശ്വസിച്ച് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പണ്ട് രാവിലെയും വൈകുമുണ്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ആധുനിക കുടുംബത്തിന്റെ പ്രത്യേകത എപ്പോഴും ഞങ്ങൾ വൈദികർ പറയാറുണ്ട്, ഇറ്റ്സ് എ ന്യൂക്ലിയർ ഫാമിലി. പപ്പയും മകനും മമ്മിയും മകളും ഒക്കെയുള്ള ഒരു ചെറിയ ഫാമിലിയാണ്. നമ്മുടെയൊക്കെ നാട്ടില് ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുവാനായിട്ട് ഞങ്ങളൊക്കെ പോകുമ്പോൾ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനികൾ അച്ചായന്മാര് ചില ക്യൂവിൽ നിൽക്കാറുണ്ട്. എന്ത് ക്യൂ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മമ്മിയുണ്ടെങ്കിൽ സന്ധിയുടെ യാമത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട സന്ദർഭത്തിൽ അപ്പ എവിടെയാണ്? ചില ക്യൂവിന്റെ മുൻപിൽ. അമ്മ എവിടെയാണെന്നറിയാമോ? എന്ത് കാണാറുണ്ട്? സീരിയലെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് 1-2 സീരിയൽ കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, ഒരു റിലാക്സ് ചെയ്യണമെന്ന് പറയുന്ന അച്ഛനാണ് ഞാൻ. പക്ഷെ അരമണിക്കൂറിൽ 4 സീരിയൽ കാണുന്ന സ്ത്രീകളെ എനിക്കറിയാം. റിമോട്ട് ഇങ്ങനെ മാറ്റി. അത് മാത്രമല്ല, ഈ യാഥാർത്ഥ്യമുള്ള സീരിയലൊക്കെ കാണണം. ഞാൻ സീരിയൽ പറഞ്ഞതുകൊണ്ട് പറയാം. ഞാൻ ഈ വൈദിക സെമിനാരിൽ പോകുന്ന സമയത്ത് ഒരു സീരിയലിൽ ചെറിയ ഭാഗം കണ്ടു. എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയൽ അഡിക്റ്റഡ് ഒന്നുമല്ല, കാണാറുമില്ല. എ ലേഡി വാസ് പ്രഗ്നൻ്റ് ഇൻ ദാറ്റ്. ഞാൻ 5 വർഷം സെമിനാരിയും തിരിച്ചു വന്ന് ഷമ്മാഷനായപ്പോഴും അവൾ അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അല്പം റിയാലിറ്റി ഉള്ളതാണ് കാണണം. അപ്പോൾ ഒരു വഴിക്ക് അമ്മ സീരിയലിന് മുന്നിൽ, മകനുണ്ടെങ്കിൽ എവിടെയാണെന്നറിയോ? മൊബൈലുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. മകളുണ്ടെങ്കിൽ ഇന്റർനെറ്റുമായിട്ട്. അപ്പൊ 4 പേരും 4 ദിശയിലാണ്. സന്ധിയുടെ യാമത്തിൽ ദൈവത്തോട് കൂറും വിധേയത്വവും കാണിക്കേണ്ട പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ പുലർത്തേണ്ടതായ സന്ദർഭത്തിൽ
അപ്പനൊരു വഴിക്ക്, അമ്മ ഒരു വഴിക്ക്, മകനൊരു വഴിക്ക്, മകളൊരു വഴിക്ക്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന് വൈകിട്ട് പറയുന്ന പേരാണ് പ്രാർത്ഥനയാകുന്ന പാലം. സന്ധ്യയുടെയും പ്രഭാതത്തിന്റെ യാമത്തിൽ ഈ പാലം ഒന്ന് ക്രമീകരിക്കുവാനിടയാകണം. ഈ പാലത്തിന് 4 തൂണുകളാണ്, അപ്പനും അമ്മയും മകനും മകളും. ഒരു പാലത്തിന് 4 തൂണ് 4 ദിശയിലായി കഴിഞ്ഞാൽ പാലം തകർന്നടിഞ്ഞ് താഴെ പോകും. പല കുടുംബ ബന്ധങ്ങളും തകർന്നടിഞ്ഞ് താഴെ പോകുവാനുള്ള കാരണം പ്രാർത്ഥനയാകുന്ന പാലം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സമയമില്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. ഒരുപക്ഷെ നമ്മുടെ ഡ്യൂട്ടിക്ക് അനുസൃതമായി സമയങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. എങ്കിലും കിട്ടുന്ന അവസരത്തിൽ എപ്പോഴെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് പ്രിയമുള്ളവരെ ദൈവത്തോടുള്ള വിധേയത്വത്തിന്റെയും വിശ്വാസത്തിന്റെയും അനുഭവങ്ങൾ. ഈ മനുഷ്യരിങ്ങനെ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഒരുമിച്ചുള്ള ദൈവത്തോടുള്ള അവരുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. അവരുടെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ചത് അവർ ഉണ്ടാക്കി വച്ച ദൈവത്തിൽ മാത്രമാണ്. ദൈവം കൊടുത്ത അതിർത്തി ഉണ്ടായിരുന്നു. ആ അതിർത്തിക്ക് പുറത്തേക്ക് അവർ പോകുകയാണ്. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം മണ്ണ് കുഴച്ചുണ്ടാക്കി ഒരു അതിർത്തിക്കുള്ളിൽ ദൈവം ആദത്തെ ആക്കി വെക്കുന്നുണ്ട്. വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ചൊല്ലുന്ന ഒരു ഗീതമുണ്ട്. നിങ്ങളൊക്കെ ഈ പാട്ട് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്രകാരമാണത്: സൃഷ്ടിയതെല്ലാം സൃഷ്ടിച്ച ഒടുവിൽ സുന്ദരനാദത്തെ സൃഷ്ടിപ്പാനായി സൃഷ്ടാവിനു തോന്നി. എന്താ? സൃഷ്ടിയെല്ലാം സൃഷ്ടിച്ച് ഒടുവിൽ സുന്ദരനായ ആദത്തെ സൃഷ്ടിക്കുവാൻ സൃഷ്ടാവിന് തോന്നുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളത് അതിനുശേഷമുള്ള വരികളാണ്. ദിശനാലിൽ നിന്നും നാഥൻ കയ്യിൽ പൊടിയേന്തി തൻ സാദൃശ്യ സൃഷ്ടിച്ചാദമീനെ. ദിശനാലിൽ നിന്നും നാഥൻ കയ്യിൽ പൊടിയേന്തി തൻ സാമ്യത്തിൽ സൃഷ്ടിച്ചാദമീനെ. നോക്കിക്കേ, 4 ദിശയിൽ നിന്നും പൂഴിയെടുത്ത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പൂഴിയെടുത്തുകൊണ്ട് ആദത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദത്തിന് അറിയാതെ ഒരു ബോധ്യം കൊടുക്കുകയാണ്: ആദമേ, നീ എൻ്റെ പരിധിക്കുള്ളിലായിരിക്കണം. ഞാൻ നിനക്കൊരു അതിർത്തി നിശ്ചയിക്കുന്നുണ്ട്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായ അതിർത്തി. ഈ അതിർത്തിക്കുള്ളിൽ നീ ആയിരിക്കണമെന്ന് ആദത്തെ അറിയാതെ പറഞ്ഞു പഠിപ്പിക്കുവാൻ ദൈവം ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഒരു അതിർത്തി ദൈവം തന്നിട്ടുണ്ട്. ഈ അതിർത്തി ലംഘിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിച്ചു പോകുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, മാതാവിന്റെ ഉദരത്തിൽ നീ പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അറിഞ്ഞ് വിശുദ്ധീകരിച്ച അനുഭവം. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി എന്ന് അനുമാനിക്കുന്ന എന്നെ നിങ്ങളെയും ലോകം ശാസിക്കുവാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ, ലോകത്തെ ശാസിക്കേണ്ട ക്രിസ്തുവിന്റെ അനുയായികളായ എന്നെയും നിങ്ങളെയും ലോകം ശാസിക്കുവാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ ദൈവത്തോടുള്ള അവിശ്വസ്തതയുടെ പശ്ചാത്തലം മാത്രമാണ് പ്രിയമുള്ളവരെ അതിന് കാരണം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളോട് ചേരുന്നതല്ല, ദൈവത്തോട് പ്രിയം വയ്ക്കുന്ന നന്മയുടെ അനുഭവങ്ങളെ വിശ്വസിക്കുവാൻ കഴിയണം. 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, കാദേശ് പ്രലോഭനങ്ങളുടെയും മറുതലിപ്പിന്റെയും ഇടമായിരുന്നു. 2, കാദേശ് അവിശ്വസ്തതയുടെയും അവിശ്വാസത്തിന്റെയും ഇടമായിരുന്നു. 3, സംഖ്യാപുസ്തകം 20-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം, ഹോംവർക്കാണ്. അവിടെ പറയുന്നുണ്ട്, കാദേശിലെ കഷ്ടതകളും സഹനങ്ങളും വളരെയേറെയായിരുന്നു. പറഞ്ഞാൽ കഷ്ടതകളുടെയും സഹനങ്ങളുടെയും കൂടി പ്രതീകമായിരുന്നു കാദേശ് ബർന്നേയ. എന്തുകൊണ്ട് മനുഷ്യൻ കഷ്ടതകളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ഇടയായി എന്നുള്ളതിന് 2-3 കാരണങ്ങളുണ്ട്. മനുഷ്യൻ എന്തുകൊണ്ട് കാദേശ് മുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു? 1, സാക്ഷ്യജീവിതം നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി. കാദേശ് മുതൽ അതുവരെ ദൈവത്തിന്റെ ഒരു കണ്ണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു.
തിരിച്ച് ദൈവത്തെങ്കിലേക്കും അവരുടെ കണ്ണുകളുണ്ടായിരുന്നു. പക്ഷെ കാദേശ് മുതൽ ദുർനടപ്പ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു. അത് അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലായിക്കൊള്ളട്ടെ, അവരുടെ വിശുദ്ധിയുടെ തലങ്ങളിലായിക്കൊള്ളട്ടെ, അവരുടെ ആത്മീക ജീവിതത്തിലായിക്കൊള്ളട്ടെ, ദൈവബന്ധത്തിലായിക്കൊള്ളട്ടെ, സാക്ഷ്യ ജീവിതം നഷ്ടപ്പെട്ടു. 1. 2, സമൃദ്ധിയെ ലാക്കാക്കിയുള്ള യാത്ര. 3, മനുഷ്യന്റെ ആലോചനകൾ ദൈവത്തിന്റെ ആലോചനകൾക്ക് മീതെ കടന്നു വരികയാണ്. നോക്കിക്കേ, ഈ 2-3 കാര്യങ്ങൾ. ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ് കനാൻ. വിവിധങ്ങളാകുന്ന പേരുകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. കാദേശിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം. പ്രിയമുള്ളവരെ, 12 പേര് കനാനിൽ പോയിട്ട് തിരികെ വന്നത് ഏതാണ്ട് 40 ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ്. ആവർത്തന പുസ്തകം 1 മുതൽ വായിക്കുമ്പോൾ കാദേശ് മുതൽ കനാൻ വരെ പോയിട്ട് തിരികെ വന്ന് ഈ കാര്യങ്ങൾ പറയുവാൻ എടുത്തത് വെറും 40 ദിവസങ്ങൾ മാത്രമാണ്. പക്ഷേ കാദേശ് മുതൽ അവിടെ ദിശ മാറിപ്പോയി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇങ്ങനെ യാത്ര ചെയ്തു. മറുതലിപ്പ് വന്നു, പ്രലോഭനങ്ങൾ വന്നു, അവിശ്വസത വന്നു, അവിശ്വാസം വന്നു. കഷ്ടതയുടെയും സഹനത്തിന്റെയും അനുഭവത്തിലൂടെ ഈ മനുഷ്യർ ഇങ്ങനെ യാത്ര ചെയ്യുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, കഷ്ടതയും സഹനവും ഈ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവർ വിചാരിക്കുകയാണ്, എവിടെയോ ചില പാളിച്ചകൾ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ചിന്തിക്കുവാൻ തുടങ്ങി, ദൈവമേ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പാളിച്ചകൾ കടന്നു വരുവാൻ തുടങ്ങിയത്? അങ്ങനെ ദൈവത്തോട് അവർ കരുണയാചിക്കുവാൻ തുടങ്ങി. ദൈവമേ, പാപിയായ ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് കരുണയാചിക്കുവാൻ തുടങ്ങുന്ന ഒരു സമൂഹത്തെ സംഖ്യാപുസ്തകം 20-ാം അധ്യായം 1 മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് കഷ്ടതകളുടെയും സഹനങ്ങളുടെയും ഇടമാണ് കാദേശ്. പലപ്പോഴും ദൈവത്തെ കൂടുതലായിട്ട് ഞാൻ നിങ്ങളും അറിയുവാനായിട്ട് ശ്രമിക്കുന്നതും ഈ കഷ്ടതകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. മാതാവിനെ നോക്കിക്കേ, അവരുടെ ജീവിതത്തിൽ വളരെയേറെ പരിഹാസങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുള്ള അനുഭവമായിരുന്നു. ഒന്നാമത് തന്നെ അത് അവളുടെ ഉള്ളിൽ ഒരു ശിശു ഉരുവാകുവാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ. എങ്കിലും ആ പരിഹാസത്തിന്റെ അനുഭവം, ആ കഷ്ടതയും സഹനവും ഒക്കെ അവളുടെ ജീവിതത്തെ അന്വർത്ഥമാക്കി ഞാനും നിങ്ങളും മാതാവിനുള്ള മധ്യസ്ഥതയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാൻ ഇടയായി എങ്കിൽ അവളുടെ സുഹൃതമാകുന്ന സഹനങ്ങളുടെയും കഷ്ടങ്ങളുടെയും ഒരു പ്രതിഫലനമാണ് പ്രിയമുള്ളവരെ അത് മുഴുവനും. അതുകൊണ്ട് ഈ കാദേശ് മുതൽ ഈ മനുഷ്യരുടെ കഷ്ടതകൾ പലപ്പോഴും വികൃതമായി പോകുന്ന അനുഭവങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും കടന്നു വന്നു. അതുകൊണ്ട് കഷ്ടതകളുടെ സഞ്ചരിച്ചപ്പോൾ ഈ മനുഷ്യർ ചിന്തിക്കുവാൻ തുടങ്ങി, why it happened towards us, why it happened to us, എന്തുകൊണ്ട് നമുക്കിതുണ്ടായി എന്ന് ചിന്തിക്കുവാനായിട്ട് കഷ്ടതകൾ വന്നപ്പോൾ തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇത് മനുഷ്യന്റെ ഇസ്രായേൽ മക്കളോട് ചേർന്ന് കാദേശ് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ 4-മതായിട്ട് ഒരു ചിന്ത കൂടി കാദേശിനോട് ചേർന്ന് ദൈവം അവർക്ക് നൽകുന്നുണ്ട്. അതൊന്നുമല്ല, കാദേശ് വിജയത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും കൂടി പ്രതീകമായിരുന്നു. എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനുഷ്യർ ദൈവത്തെ അറിയുവാൻ തുടങ്ങി. കാളക്കുട്ടിയൊക്കെ മാറി, പകരം മോശയുടെയും അഹ്റോന്റെയും ഒക്കെ തളിർത്ത വടിയുള്ള സമാഗമന കൂടാരവും പേടകവും ഒക്കെ അവരുടെ മുൻപിൽ കടന്നു വന്നു. നോക്കിക്കേ, there was a radical transmission, ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടായി. അതുവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം തുള്ളുന്ന ഒരു ദൈവത്തെ ആരാധിച്ചു പോയെങ്കിൽ കഷ്ടതകളും സഹനവും കടന്നു വന്നപ്പോൾ ആ ദൈവത്തെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് യഥാർത്ഥ ദൈവത്തെ അവിടെ മുൻപിൽ കൊണ്ടുവന്നു. തിരിച്ചറിവും വിജയവും കൊണ്ട് കടന്നു വരികയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? they began to think, who are we, ഞങ്ങൾ ആരാണ്? ഓരോ മനുഷ്യനും ചിന്തിക്കുവാൻ തുടങ്ങി, who am I, ഞാൻ ആരാണ്? ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന ലേബൽ ലഭിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിലെ ഓരോ വ്യക്തിയും ചിന്തിക്കുവാൻ തുടങ്ങി, ഈ പോകുന്ന പോക്ക് ശരിയല്ല, ഞാൻ ആരാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് പോലും മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, ഹൂ ഡു യു സേ ഐ ആം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു?
മർക്കോസിന്റെ 16 അധ്യായങ്ങളിൽ ആദ്യത്തെ 8 അധ്യായങ്ങൾ കർത്താവിന്റെ പരസ്യ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമുള്ള അധ്യായങ്ങൾ കർത്താവിന്റെ കുരിശാരോഹണത്തിലേക്കുള്ള യാത്രയാണ്. കുരിശിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായിട്ട് കർത്താവ് കൂടെയുള്ളവരോട് ചോദിക്കുക, ഹൂ ഡു യു സീ ഐ ആം? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന്. പ്രിയമുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാൻ തക്കവണ്ണം, ജനത്തിനൊരു തിരിച്ചറിവുണ്ടാക്കുവാൻ, സ്വയം ഒരു തിരിച്ചറിവുണ്ടാകുവാൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കഴിവുള്ളവനായ ദൈവം പോലും താൻ ആരാണെന്ന് ബോധ്യം മനുഷ്യനെ ഉണ്ടാക്കുവാൻ, സ്വയം ഉണ്ടാക്കുവാൻ, അവബോധമുളവാക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഉള്ളിലും ഒരു ബോധ്യമുണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. ഒരു തിരിച്ചറിവുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുകയാണ്. തിരിച്ചറിവുകൾ മേൽവിലാസങ്ങൾക്ക് വ്യത്യാസമുണ്ടാക്കും. പ്രിയമുള്ളവരെ, തിരിച്ചറിവുകൾ മേൽവിലാസങ്ങൾക്ക് വ്യത്യാസമുണ്ടാക്കും. കാളയെ ആരാധിച്ചിരുന്ന ഈ മനുഷ്യന്റെ മേൽവിലാസത്തിന് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന മേൽവിലാസം ലഭിച്ചു. നമുക്കറിയാം, യാക്കോബ് തലയണിയായിട്ട് ഒരു കല്ലെടുത്ത് വെച്ച് നാട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ലൂസ്. രാവിലെ എഴുന്നേറ്റ് അവൻ എന്താ ചെയ്തതെന്നറിയാമോ? രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് കല്ലെടുത്ത് നാട്ടി എണ്ണയൊഴിച്ചു. അതിന് പേരിട്ടു ബഥേൽ. ലൂസ് ബഥേലായി മാറുകയാണ് ദൈവത്തെ കണ്ടപ്പോൾ. ശമരിയാക്കാരി സ്ത്രീയെ നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി കർത്താവിനെ യഹൂദൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഏറ്റവും ഒടുവിലായി 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുന്നു, നീ യഹൂദനല്ല, നീ യജമാനനല്ല, നീ പ്രവാചകനുമല്ല, നീ മശിഹായാണ്. There was a radical change in the address of Jesus. ആരിൽ മാറ്റമുണ്ടായി? കർത്താവിനോട് സംസാരിച്ച ശമരിയ സ്ത്രീയിൽ മാറ്റമുണ്ടായി. കർത്താവിനോട് സംസാരിച്ച യാക്കോബിൽ മാറ്റമുണ്ടായി. ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതചര്യകളിലും മാറ്റമുണ്ടാകുകയാണ്. അങ്ങനെ കാദേശ് കഴിഞ്ഞപ്പോൾ GPS കൺട്രോൾ തിരിച്ചാരുടെ കയ്യിൽ വന്നു? ദൈവത്തിന്റെ കയ്യിൽ വന്നു. എങ്ങനെ? അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് അടുത്തപ്പോൾ. നോക്കിക്കേ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതാണ് ഈ ഉപവാസവും ധ്യാനവും പെരുന്നാളുകളുമൊക്കെ. എത്ര സംബന്ധിച്ചുള്ള കണക്കിൻ്റെ ഒരു കളി കൂടിയുണ്ട്. 40 ദിവസങ്ങൾ കൊണ്ട് പോയി തിരിച്ചു വന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യർ കനാനിൽ എത്തിച്ചേരാൻ എത്ര വർഷമെടുത്തു? 40 സംവത്സരം. എന്തുകൊണ്ടാണ്? ദൈവത്തെ മറുതലിച്ച് റൂട്ട് മാറി സഞ്ചരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ ക്യാപ്സ്യൂൾ ഫോമിൽ പറഞ്ഞാൽ. അതുകൊണ്ട് ഈ പെരുന്നാളുകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, എവിടെയെങ്കിലും ഞാനും നിങ്ങളും മറുതലിച്ച് പോയിട്ടുണ്ടെങ്കിൽ, വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ, കാദേശ് മുതൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്തതുപോലെ ഒന്ന് തിരികെ ചിന്തിക്കുവാൻ, മെഡിറ്റേറ്റ് ചെയ്യുവാൻ. എന്താ മെഡിറ്റേഷൻ? ടു ലുക്ക് ബാക്ക്. എൻ്റെ ജീവിതചര്യകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി തിരികെ ദൈവത്തോട് ഇഴുകിച്ചേർന്ന് ഒരു ദൈവിക അനുഭവം രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ മാതാവിൻ്റെ പെരുന്നാളിൽ ഞാനും നിങ്ങൾ സംബന്ധിക്കുമ്പോൾ അവിടുന്ന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. എൻ്റെ സമയവും ഇവിടെ ആയിരിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.